ഹായ് ഫ്രണ്ട്സ്, ഇന്നാണെങ്കിൽ കുറച്ച് വീട്ടിലെ കുറച്ച് ചെടികൾ കാണിച്ചു തരാമെന്ന് കരുതി. നമ്മുടെ എല്ലാവരുടെയും തന്നെ വീട്ടിലുള്ള ആദം ചെടി എന്നൊക്കെ പറയുന്നൊരു ചെടിയില്ലേ, ഞങ്ങളൊക്കെ നാട്ടിൽ ആദെന്നും പിന്നെ ശവക്കോട്ടപ്പച്ച എന്നൊക്കെ ഇതിനെ വിളിക്കും. പിന്നെ ഇതാണെങ്കിൽ ഒരു പഴയ റോസ് ചെടിയാണ്. നല്ല ക്രീം കളറിലുള്ള ഒരു റോസാപ്പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഇത്. ഒരു സാധാരണ റോസ് ചെടി നിറച്ച് കുറ്റിപ്പൂക്കളുള്ള ചെടിയാണ്. ഇതൊരു വള്ളി റോസയാണ്. എല്ലാം പിന്നെ കുറച്ച് പിച്ചിയുണ്ട്. എന്താ സംഭവിച്ചാൽ ഇവിടെ മുഴുവൻ റോസുകളുണ്ടായിരുന്നു, എല്ലാം വെട്ടിയിട്ട് കിളുക്കാൻ വേണ്ടി നിർത്തിയേക്കുക. പിന്നെ പുതിയത് നടണം. ഇതൊരു വള്ളി റോസയാണ്, അതിനൊറ്റ പൂവേ ഉള്ളൂ. ഇത് പിച്ചിയുടെ വേറൊരു കളറാണ്. പിന്നെ ഈ റോസ അതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് കയറി കൊലയായിട്ട് പൂത്തു. ഇത് ഒത്തിരി പൂവുണ്ടാകുന്നതാണ്. ഇവിടെ ഉള്ള എല്ലാം റോസുകളും തന്നെ കൊലയായിട്ട് പൂവുണ്ടാകുന്നതാണ്. ഇപ്പം മഴക്കാലമായപ്പം വെട്ടി നിർത്തിയത്. ഇതൊരു വേറെ റോസ. ഇത് നല്ല ഭംഗിയാണ്, നല്ല മണമാണ് ഇതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇതിൻ്റെ ഫുള്ള് മുള്ളാണ്, ഇതിൻ്റെ ബോഡി മുഴുവൻ മുള്ളാണ്. പക്ഷെ നല്ല മണമാണ്. നമ്മളിങ്ങനെ തൊടുമ്പോഴത്തേക്കും പിടിക്കാൻ പറ്റത്തില്ല, അതുപോലെ മുള്ളു കുത്തുന്ന റോസയാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ സൂര്യകാന്തിപ്പൂ മഞ്ഞ കളറിലെ അതിൻ്റെ അരി മുഴുവൻ വീണ് നല്ല കാട് പോലെയായി. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കുറച്ച് ചെടികൾ പാകി നിർത്തിയായിരുന്നു, അതും ഒരു വക കാടായി. അതിൻ്റെ ചുറ്റും കാടായി, കാടോട് കാടാണ്. ഇതെന്താ ഇങ്ങനെ കാടെന്ന് ചോദിച്ചാൽ ഇതിവിടെ ഇങ്ങനെയാണ്. കുറച്ച് മഴ പെയ്യുമ്പോഴത്തേക്ക് ഫുള്ള് കാടാവും. ഇത് ഞങ്ങളുടെ പച്ചക്കറിത്തോട്ടമായിരുന്നു. പച്ചക്കറിത്തോട്ടം അങ്ങ് നോക്കാനില്ല, പയറെല്ലാം കയറി പോയി അങ്ങേയറ്റമായി. പിന്നെ ഈ ചെടി ഇത് ഡാലിയ, ഇത് സീനിയ ചെടിയാണ്. ഡാലിയ ഞാൻ കൊണ്ടുപോട്ടോ, ഒന്നും പൂത്തിട്ടില്ലെന്നേ ഉള്ളൂ. പിന്നെ ഇത് ഫ്രണ്ടിലാണെങ്കിൽ ഒരു നല്ല വള്ളിച്ചെടി ഉണ്ടായിരുന്നായിരുന്നു, ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ പൂക്കുന്നത്. അതിപ്പം വെട്ടിയിട്ട് അതും കിളുത്ത് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ നല്ല വൃത്തിയായിട്ട് നിർത്തിയിരുന്ന സ്ഥലങ്ങളായിരുന്നു, പക്ഷേ ഫുള്ള് കാട് പിടിച്ചു പോയി. അത്രയേ ഉള്ളൂ. ബൈ ബൈ.